പ്രിയമുള്ളവരെ, ഖത്തറിലേക്കുള്ള യാത്രയിൽ വെച്ചാണ് അയാളെ പരിചയപ്പെട്ടത്. അരികിലെ സീറ്റ് ചോദിച്ചു വാങ്ങിയിട്ട് നമ്മുടെ ഒപ്പം ഇരുന്നു. യാത്ര തീരുന്നത് വരെ അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നു. പറഞ്ഞത് മുഴുവനും ഒരേ ഒരാളെക്കുറിച്ചാണ്. കൈവിട്ടുപോയ ഒരു വലിയ നിധിയെക്കുറിച്ചാണ്. അയാൾ പറഞ്ഞു, അവളെൻ്റെ ജീവനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുതിയൊരാളാക്കിയിട്ട് എന്നെ മാറ്റിയത് അവളാണ്. നഷ്ടപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വല്ലാത്ത ഒരു ഒറ്റപ്പെടലുണ്ട്. ഈ ലോകത്ത് മറ്റൊന്നുകൊണ്ടും എൻ്റെ ആ ശൂന്യത നികത്താനാവൂല. മറ്റൊരാൾക്കും അവളെപ്പോലെ ആകാനും കഴിയില്ല. എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ 18 വയസ്സായിരുന്നു അവൾക്ക്. എന്നിട്ടും എത്ര പക്വതയോടെയാണ് അവൾ പെരുമാറിയത്. വെറും 10 കൊല്ലമാണ് എനിക്കവളെ കിട്ടിയത്. പക്ഷെ ഈ ആയുസ് നിറയെ ഓർക്കാൻ ഓർമ്മകൾ തന്നിട്ടുണ്ട്. അവളെപ്പോലെ വേറെ ഒരാളും എന്നെ ഉൾക്കൊണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ മസ്കറ്റിലായിരുന്നു 4 കൊല്ലം. വീട് പണി നടക്കുമ്പോഴാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. നാട്ടിലേക്ക് മടങ്ങി. പൂർത്തിയാകാത്ത വീടിനെക്കുറിച്ച് ഞാൻ സങ്കടം പറയുമ്പോഴൊക്കെ അവളെ സമാധാനിപ്പിക്കും. വീടിനേക്കാൾ രസം എൻ്റെ തോളിൽ കിടന്നുറങ്ങുന്നതാണ് എന്ന് പറയും. കല്യാണം കഴിഞ്ഞ ശേഷമാണ് അവൾ പഠനം പൂർത്തിയാക്കിയത്. അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു മോനും പിറന്നു. ജോലിക്ക് പോകാൻ അവൾക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. 1 വർഷത്തിലേറെ ജോലി തുടരാൻ പറ്റിയില്ല. അപ്പോഴേക്ക് അസുഖം വന്ന് കിടപ്പിലായി. മരിച്ചിട്ടിപ്പോൾ 1.5 കൊല്ലമായി. അവളെ ഓർക്കാത്ത നിമിഷങ്ങൾ എനിക്കില്ല. ആ ശബ്ദം കാതിലിങ്ങനെ വരും. കുറച്ചൊന്നും കടപ്പാടല്ല എനിക്ക് അവളോട്. ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ പോലും എൻ്റെ ദേഷ്യം വഴക്കിലേക്കെത്താൻ അവൾ സമ്മതിച്ചിട്ടില്ല. ജോലിയുടെ പേരിലോ പൈസയുടെ പേരിലോ ഒരിക്കൽ പോലും എൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല. അവൾക്ക് എന്നോട് സ്നേഹമായിരുന്നു. പക്ഷേ സത്യമായും എനിക്കവളെ ബഹുമാനമായിരുന്നു. മുഖം വിങ്ങിയും കണ്ണീര് തുടച്ചും അയാളുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. തുള്ളിമഴ പോലൊരു ഓർമ്മയായി പ്രിയപ്പെട്ടവളുടെ ചൂടും ചൂരും അയാൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. ഓർമ്മച്ചൂടില് സ്നേഹത്തിന്റെ തണുപ്പ് കായുന്ന ആ ചെറുപ്പക്കാരനെ നോക്കി നിൽക്കുമ്പോൾ അപരിചിതയായ ആ പെൺകുട്ടിയെ ഓർത്തു. കൂടെ ജീവിക്കുന്ന പുരുഷനെ എത്ര കുലീനമായാണ് അവൾ തിരിച്ചറിഞ്ഞത്. എത്ര വിവേകത്തോടെയാണ് അവള് ഓർമ്മകളെ അടുക്കി വെച്ചത്. അവന് വേണ്ടതെല്ലാം ഒരു ഉമ്മയെപ്പോലെ അവൾ കരുതി വെച്ചു. കൂട്ടായും കൂട്ടുകാരിയായും പ്രചോദിപ്പിച്ചു. തോൽക്കാൻ വിടാതെ ആത്മധൈര്യത്തിന്റെ പുതപ്പിട്ട് കൊടുത്തു. വിട്ടുപോയിട്ടും വിട്ടൊഴിയാത്ത ഓർമ്മകളായി അവൾ ഇപ്പോഴും പ്രിയപ്പെട്ടവന്റെ തോളിൽ ഉറങ്ങുന്നുണ്ട്. ഏതൊരു പുരുഷനും അതേ വേണ്ടൂ. അവൻ എങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കുന്ന ഒരാളെ, അവൻ എങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കുന്ന ഒരാളെ,
താരതമ്യം ചെയ്യാത്തൊരാളെ, തകർന്നു നിൽക്കുമ്പോൾ തണലാകുന്ന ഒരാളെ, മറക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഓർമ്മിപ്പിക്കാത്ത ഒരാളെ. ചെങ്ങലയല്ല, ചെങ്ങാത്തമാണ് അവനിഷ്ടം. സങ്കടങ്ങളിൽ അവന് സംസാരം വളരെ കുറയും. മൗനത്തിൽ നിന്ന് അവൾ ദുഃഖങ്ങളെ കേൾക്കണമെന്നവൻ ആഗ്രഹിക്കും. അങ്ങനെ ഒരു പെണ്ണ് ഈ ജീവിതത്തെ മുഴുവനും കളറാക്കും. സ്നേഹത്തിന്റെ ഭാഷയറിയുന്നവളാണ് അവൾ. സ്നേഹിക്കപ്പെടുമ്പോൾ മാത്രമല്ലേ ശരിക്കും നമ്മളൊക്കെ ജീവിക്കുന്നത്. ഭൂമി വിറ്റ പണം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത ചെർപ്പുളശ്ശേരിയിലെ ഒരമ്മയെ കണ്ടില്ലേ? എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഭഗവാൻ തോന്നിച്ചു, ഞാൻ ചെയ്തു, അത്രയുള്ളൂ എന്നാണ്. ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം കേട്ടിട്ടുണ്ട്. വലിയ സമ്പന്നനാണ്. ചെറിയ പ്രായത്തിലെ വമ്പിച്ച ആസ്തിയാണ് കൈവരിച്ചത്. പണം ഒരുപാട് പെരുകിയിട്ടും ഉള്ളിലൊരു ശൂന്യത അനുഭവിക്കുന്നത് പോലെ. ഭിക്ഷയാചിക്കുന്ന കുഞ്ഞിന്റെ മുഖത്തുള്ള സന്തോഷം പോലും തനിക്ക് ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടുന്നില്ലേ എന്നോർത്ത് അയാളുടെ മനസ്സ് നൊന്തു. പണം കൊണ്ട് നേടാനാകാത്ത ചിലതുണ്ടെന്ന് തിരിച്ചറിയാൻ തുടങ്ങി. ആത്മസുഹൃത്തിനോട് ആ വിഷമം പറഞ്ഞു. അനുഭവിക്കുന്ന അശാന്തിയുടെ ആഴം പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണൊക്കെ നിറഞ്ഞു. സുഹൃത്ത് അയാളെ കൊണ്ടുപോയത് പരിചയമുള്ളൊരു മാഷിന്റെ അടുത്തേക്കാണ്. മാഷോട് മനസ്സു തുറന്ന് സംസാരിക്കാൻ സുഹൃത്ത് നിർദ്ദേശിച്ചു. അയാൾ ഉള്ളു തുറന്നു. എല്ലാം പറഞ്ഞപ്പോൾ മനസ്സ് തണുത്തു. കഥയെല്ലാം കേട്ടുകഴിഞ്ഞ് മാഷ് ആശ്വസിപ്പിച്ചു. വാത്സല്യത്തോടെ തലോടി. പിന്നെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി. ഗ്ലാസ് കൊണ്ടുള്ള ഒരു ജനാലയുണ്ട് അവിടെ. അതിലൂടെ നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോ അങ്ങാടി നന്നായി കാണാം. മനുഷ്യരും വാഹനങ്ങളും തിങ്ങി നിൽക്കുന്ന തെരുവിലേക്ക് അയാൾ അങ്ങനെ നോക്കി നിന്നു. ആ ജനാലയുടെ അരികിലെ മറ്റൊരു ഗ്ലാസ് ഉണ്ട്. അതിലൂടെയും നോക്കാൻ പറഞ്ഞു. ഇല്ല, അതിലൂടെ അങ്ങാടി കാണുന്നില്ല. കാരണം അതൊരു നീലക്കണ്ണാടിയാണ്. അതിൽ അയാളെ കണ്ടു. അരികിൽ മാഷിനെയും കണ്ടു. അവിടെ വെച്ച് മാഷ് പറഞ്ഞു കൊടുത്തു, ഈ ജനാലയ്ക്കും കണ്ണാടിക്കും ഒരേ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു വശത്ത് വെള്ളി പൂശിയപ്പോൾ ഇത് നീലക്കണ്ണാടിയായി. വെള്ളി വന്നതോടെ അപ്പുറത്തുള്ളതൊന്നും കാണാൻ പറ്റാതെയായി. സ്വന്തത്തെ മാത്രം കാണുന്ന അവസ്ഥയായി. പണവും വലിയ സൗകര്യങ്ങളുമൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതാണ് സംഭവിച്ചത് എന്നെനിക്ക് തോന്നുന്നു. മനുഷ്യരെ കാണുന്ന ജനാലയാണടാ രസം. മനുഷ്യരെ കാണാൻ ശ്രമിക്കൂ. അവരുടെ ദുഃഖങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കൂ. അതാണ് നിങ്ങളുടെ ദുഃഖത്തിനുള്ള ഒരേ ഒരു മരുന്ന്. ഇതായിരുന്നു മാഷിന്റെ ഉപദേശം. തിരിച്ചു പോരുമ്പോ കാറ് ഒതുക്കിയിട്ട് അയാൾ തെരുവിലൂടെ നടന്നു. കുറെ കാലത്തിനു ശേഷമാണ് അങ്ങനെയൊരു നടത്തം. നിസ്സഹായരായ മനുഷ്യരുടെ നൊമ്പരങ്ങൾ അയാൾ കണ്ടു. യാചകരെയും യാത്രികരെയും കണ്ടു. വീട്ടിലേക്ക് മടങ്ങുന്നവരെയും വീടില്ലാതെ അലയുന്നവരെയും കണ്ടു. ജനങ്ങളെ കാണുന്ന ജനാലയും വെള്ളിപൂശിയ കണ്ണാടിയും പിന്നെയും പിന്നെയും ഓർത്തു. ആ കൂടിക്കാഴ്ചയും
അന്നത്തെ വൈകുന്നേരവും അയാളുടെ ജീവിതത്തെ ആകെ മാറ്റി. സമയവും സ്നേഹവും സമ്പത്തും മനുഷ്യർക്ക് പങ്കുവെക്കാൻ തുടങ്ങി. അയാൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. മനസ്സിൻ്റെ സമാധാനം. ഒരുപാട് പ്രിയപ്പെട്ട ഒരാളുണ്ട്. അയാൾ പറഞ്ഞു തന്നൊരു വാക്കുണ്ട്, നെഞ്ചിലിങ്ങനെ എഴുതി വെക്കേണ്ട മുന്നറിയിപ്പ് പോലൊരു വാക്കാണ്. എടാ, കഴിവുകള് പടച്ചോൻ തരുന്നതാണ്. അതുകൊണ്ട് വിനയം ഉണ്ടാവണം. പ്രസിദ്ധി മനുഷ്യന്മാർ തരുന്നതാണ്. അവരോട് നന്ദി ഉണ്ടാവണം. അഹങ്കാരവും പൊങ്ങച്ചവും നമ്മൾ ഉണ്ടാക്കുന്നതാണ്.